പാലാ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മും CPM-ഉം തമ്മിൽ പോരുമുറുകുന്നു. CPM പ്രതിനിധിയായ ബിനു പുളിക്കണ്ടത്തിനെ അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് നിലപാടിൽ CPM അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ കാര്യം CPM തീരുമാനിക്കുമെന്നും ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം കോട്ടയത്തെ LDF-ൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പാലാ നഗരസഭ LDF പിടിച്ചെടുത്തപ്പോൾ ഭരണം സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മുമായി CPM ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ആദ്യ 2 വർഷം കേരള കോൺഗ്രസ് എമ്മിനും മൂന്നാമത്തെ വർഷം CPM-നും അവസാന 2 വർഷങ്ങൾ വീണ്ടും കേരള കോൺഗ്രസിനും എന്നതായിരുന്നു ധാരണ. കേരള കോൺഗ്രസ് എമ്മിന് താൽപര്യമില്ലാത്ത ബിനു പുളിക്കകണ്ടത്തിനെ നഗരസഭ അധ്യക്ഷനാക്കാനുള്ള CPM നടപടിയാണ് തർക്കത്തിന് കാരണമായിരിക്കുന്നത്. ബിനു ഒഴികെ നഗരസഭാ ചെയർമാനായി ആരെയും അംഗീകരിക്കാമെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട്. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിലും കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചു. കേരള കോൺഗ്രസ് വിലപേശലിൽ CPM നേതൃത്വം പ്രതിഷേധം പരസ്യമാക്കി. പാലാ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ CPM തന്നെ തീരുമാനിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി AV റസൽ തുറന്നടിച്ചു. ആരുടെയും ആഭ്യന്തര വിഷയങ്ങളിൽ CPM ഇടപെടാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ഇരുവിഭാഗവും തമ്മിൽ നഗരസഭയിൽ വെച്ച് ഉണ്ടായ തർക്കം കയ്യാങ്കളിയിൽ എത്തിയിരുന്നു. BJP വിട്ട് CPM-ലെത്തിയ ബിനു പുളിക്കകണ്ടം കേരള കോൺഗ്രസ് M പ്രതിനിധിയായ ബൈജു കൊല്ലംപറമ്പിലിനെ പാലാ നഗരസഭയ്ക്കുള്ളിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങളാണ് കേരള കോൺഗ്രസിന്റെ എതിർപ്പിന് കാരണം. LDF-ന്റെ ശത്രുക്കളാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന വിശദീകരണമാണ് കേരള കോൺഗ്രസ് നൽകുന്നത്. ഇരുവിഭാഗവും ഇടഞ്ഞു നിൽക്കുന്നത് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തലവേദന ആയിരിക്കുകയാണ്. ജനുവരി 19-നാണ് പാലാ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. നേരത്തെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിലേക്ക് നയിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.